വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc AT and OT എന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് BSc AT and OT, അല്ലെങ്കിൽ എന്തെല്ലാം കോഴ്സസ് ആണ് നിങ്ങൾ അതിൽ പഠിക്കേണ്ടി വരുന്നത്, അതിൻ്റെ സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ആ വീഡിയോസ് കൂടി ഒന്ന് റെഫർ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം എന്ത് ജോബ് റോൾ ചൂസ് ചെയ്യാം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളോ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല, ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ വാട്സപ്പ് ചാനൽ ത്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. BSc AT and OT, അതായത് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ, അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിലെ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും. 4 വർഷത്തെ കോഴ്സ് ഡ്യൂറേഷനിലാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് 3 വർഷത്തെ കോഴ്സും 1 വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഉറപ്പായും ഒരു കമ്പൈൻഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനസ്തേഷ്യ ടെക്നോളജിയിലേക്കും തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും പോകാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ കോഴ്സ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 റോളിലേക്കും നിങ്ങളുടെ ജോബ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കും. മെഡിക്കൽ ഫീൽഡ് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മളുടെ ലൈഫ് സ്റ്റൈല്, ഭക്ഷണ രീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനെ ഒരുപാട് സ്വാധീനിക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഉണ്ടാകില്ല. അവിടെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് സർജറിയും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്ന ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് അറിയാനും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോബ് റോൾ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തും അല്ലെങ്കിൽ പുറത്തും, ഈ 2 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോബ് സാധ്യത ഉള്ളതാണ്. അതായത് ഒരു സർജറി നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള 2 കാറ്റഗറിയാണ് ഒരു അനസ്തേഷ്യോളജിസ്റ്റ് ആൻഡ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെന്റിൽ കഴിവുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് സർജിക്കൽ എക്യുപ്മെന്റ്സ് മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനും ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള പേഷ്യൻസിനെ കെയർ ചെയ്യാനും എല്ലാം ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് അനസ്തേഷ്യോളജിസ്റ്റ്. അതായത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്തും അതിനുശേഷവും അതിനു മുൻപും എല്ലാം ഒരു അനസ്തേഷ്യ ടെക്നീഷ്യന്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പേഷ്യന്റിന് സർജറിയുടെ ഡെപ്ത് അനുസരിച്ച് അവർക്ക് ഡോസ് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് അവരെ മരവിപ്പിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് സർജറി നടക്കുന്ന സമയത്തും അതിനുശേഷവും അവർക്ക് ഈ ഒരു കാറ്റഗറിയുടെ കെയർ വളരെയധികം അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കോഴ്സ് ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് അല്ലെങ്കിൽ ക്യാമ്പസുകൾ വളരെ ചുരുക്കം മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോബ് റോൾ കൂടുതലായിരിക്കും. കാരണം പേഷ്യൻസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സർജറികൾക്ക് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ നിങ്ങളുടെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സർജറികൾ എന്നത് ഒരു കാറ്റഗറി മാത്രമല്ല, പലതരത്തിലുള്ള സർജറികൾ ഓരോ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതും ചെറിയ ഹോസ്പിറ്റൽസിലല്ല, ഈ സർജറീസ് പ്രൊവൈഡ് ചെയ്യുന്ന വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇനി പ്രൈവറ്റ് ക്ലിനിക്സിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ള ഒരു കാറ്റഗറിയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ജോബ് റോൾസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ്, സർജിക്കൽ അസിസ്റ്റന്റ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ സ്പെഷ്യലിസ്റ്റ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ, ഓപ്പറേഷൻ തിയേറ്റർ കോർഡിനേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി ടെക്നീഷ്യൻ, മെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻ. ഇനി നിങ്ങൾ അനസ്തേഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ജോബ് റോൾസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. അനസ്തേഷ്യ ടെക്നീഷ്യൻ, അനസ്തേഷ്യ അസിസ്റ്റന്റ്, ക്രിട്ടിക്കൽ കെയർ ടെക്നോളജിസ്റ്റ്, അനസ്തേഷ്യ എക്യുപ്മെന്റ് ടെക്നീഷ്യൻ, പ്രീ ഓപ്പറേറ്റീവ് കെയർ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ടെക്നീഷ്യൻ. ഇനി നിങ്ങൾ ഈ കോഴ്സുകൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതിന്റെ BSc ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു PG ചൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടർ ആയിട്ടും ജോബ് റോൾ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ പറഞ്ഞ ജോബ് റോൾസ് ഏതെങ്കിലുമാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസ് നിങ്ങൾക്ക് അത്രത്തോളം ക്ലിനിക്കൽ എക്സ്പോഷറും പ്രാക്ടിക്കൽ നോളജും പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കണമെന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ജോബിൽ അത്
ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അതിന് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം ഇതിൽ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫ്രീ കരിയർ ഗൈഡൻസിനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ BSc AT and OT പഠിച്ച് ഒരു മികച്ച കരിയർ നിങ്ങൾക്ക് ലക്ഷ്യമാക്കാം.